ഹലോ എവ്രി വൺ. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് 2023 കീമിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. ഓരോ കോളേജിലും ഓരോ ബ്രാഞ്ചിലോട്ട് വിളിച്ചിട്ടുള്ള ലാസ്റ്റ് റാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇവിടെ ടൈപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് എൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ എന്നാണ് അർത്ഥം. എസ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഫൈനാൻസിങ്, പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജസ് ആണ്. അതേപോലെ തന്നെ ജി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് കോളേജസ് ആണ്. അതേപോലെ തന്നെ എസ് എം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് ആണ്. EW എന്ന് പറഞ്ഞാൽ EWS ആണ്. EZ ഈഴവ, MU മുസ്ലിം കാറ്റഗറി, അങ്ങനെ ഓരോരോ കാറ്റഗറീസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസിന് ഓരോരോ കോളേജസിലോട്ട് വിളിച്ചിട്ടുള്ള ലാസ്റ്റ് റാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തലയിൽ സ്റ്റേറ്റ് മെറിറ്റിൽ വിളിച്ചേക്കുന്ന റാങ്ക് നമുക്കവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ 48,000 റാങ്കൊക്കെ ഉണ്ടെങ്കിലും മിക്കവർക്കും അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസിന് അവിടെ കിട്ടുന്നതാണ്. ഓക്കെ, അടുത്തത് കൊടുത്തിട്ടുള്ളത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. അത് നമുക്ക് 2 ഗവൺമെൻറ് കോളേജസിൽ അവൈലബിൾ ആണ്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടും CET ട്രിവാൻഡ്രത്തും നമുക്കത് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് മെറിറ്റിലുള്ളതും ബാക്കിയുള്ള കാറ്റഗറിയിലെയും റാങ്ക് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് കോളേജസിലൊക്കെ ഫീസ് വളരെ കുറവാണ്. പിന്നെ ഫീ വേവർ കാറ്റഗറി എന്ന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്തത് BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആണ്. അത് കേളപ്പാജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി താവനൂരിൽ അത് അവൈലബിൾ ആണ്. അത് മലപ്പുറത്തുള്ള ഒരു കോളേജാണ്, അതൊരു ഗവൺമെൻറ് കോളേജാണ്. അടുത്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആണ്. അത് നമ്മുടെ MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലത്ത് അവൈലബിൾ ആണ്. അവിടുത്തെ സ്റ്റേറ്റ് മെറിറ്റിലെയും ബാക്കിയുള്ള കാറ്റഗറീസിലെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ കുറച്ച് കോളേജസിലും അത് അവൈലബിൾ ആണ്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രം ഒരു കോളേജിൽ അവൈലബിൾ ആണ്. ദെൻ BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജസും അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയും സ്റ്റേറ്റ് മെറിറ്റിൽ വിളിച്ചിരിക്കുന്ന റാങ്കും നമുക്ക് കാണാം. 49,000 താഴെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കിട്ടുന്നതാണ്. അടുത്തത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്ങിന് വിളിച്ചിട്ടുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് അവിടെ കാണുന്നത്. അതങ്ങനെ ഗവൺമെൻറ് കോളേജസിലൊന്നും അധികം അവൈലബിൾ അല്ല. അടുത്തത് കൊടുത്തിട്ടുള്ളത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ്. അതും പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ബയോടെക്നോളജി ആൻഡ് ബയോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അത് SCT പോലെയുള്ള അത് ട്രാൻസ്പോർട്ടേഷൻ്റെ കീഴിൽ വരുന്ന ഒരു കോളേജാണ്. KSRTCയുടെ കീഴിൽ വരുന്ന ഒരു കോളേജാണ്. അവിടെ 16,000 റാങ്ക് ഉള്ളവർക്ക് ബയോടെക്നോളജി ആൻഡ് ബയോ കെമിക്കൽ എഞ്ചിനീയറിംഗ് നോക്കാവുന്നതാണ്. അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ബിസിനസ് സിസ്റ്റം. അത് ഏകദേശം എത്ര കോളേജസിലാണ്? ഒരു കോളേജസിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബ്ലോക്ക് ചെയിനിൽ സ്പെഷ്യലൈസേഷൻ ഉള്ളത് മെൻഡർ അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അവിടുത്തെ റാങ്ക് നമുക്ക് കാണാം. അടുത്തത് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് 5 കോളേജസിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും അവിടെ കാണാം. അടുത്തത് ബയോടെക്നോളജി 2 കോളേജസിൽ അവൈലബിൾ ആണ്. അതിൻ്റെ സ്റ്റേറ്റ് മെറിറ്റിലുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അത് ഏകദേശം എല്ലാ ഗവൺമെൻറ് കോളേജസിലും ഉണ്ട്, പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജസിലുണ്ട്. അതേപോലെ തന്നെ KPൻ്റെ അണ്ടറിൽ വരുന്നതും IHRDയുടെ അണ്ടറിൽ വരുന്ന കോളേജസിലൊക്കെ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതിൻ്റെ സ്റ്റേറ്റ് മെറിറ്റിലെയും ബാക്കിയുള്ള കാറ്റഗറീസിലെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 17,000 താഴെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ല ഗവൺമെൻറ് കോളേജസിൽ സിവിൽ എഞ്ചിനീയറിങ്ങിന് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഓരോരോ കോളേജസിൽ കൊടുത്തിട്ടുണ്ട്. പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ്ങിലും മിക്ക കോളേജസിലും സിവിൽ എഞ്ചിനീയറിങ് അവൈലബിൾ ആണ്. സിവിൽ എഞ്ചിനീയറിങ്ങിന് ഇപ്പോൾ ഡിമാൻഡ് കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് ഇത്രയ്ക്കും 49,000 പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ്ങിലൊക്കെ 49,000 താഴെ റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് സിവിൽ എഞ്ചിനീയറിങ്ങിന് മെറിറ്റ് കിട്ടും. അപ്പം നമ്മൾ ഇത് നോക്കിയിട്ട് നമ്മുടെ റാങ്കും ഇത് വെച്ചിട്ടൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്.
ഓക്കെ. അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ ആണ്. അത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഫിസാറ്റിലുണ്ട്. അതേപോലെ തന്നെ വേറെ 2 കോളേജസിലുമുണ്ട്. അതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അത് നമുക്ക് 3 ഗവൺമെൻറ് കോളേജസിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3-4 പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജസിലും കെമിക്കൽ എഞ്ചിനീയറിംഗ് അവൈലബിൾ ആണ്. അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിൽ സ്പെഷ്യലൈസേഷൻ ഉള്ളതാണ്. അതെന്താണ്, കുറച്ച് കോളേജസിലുണ്ട്. അതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഡേറ്റ സയൻസിൽ സ്പെഷ്യലൈസേഷൻ ഉള്ളത് ഗവൺമെൻറ് കോളേജസിലെ MA കോളേജിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ലാസ്റ്റ് റാങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജസിലും അത് അവൈലബിൾ ആണ്. അടുത്തത് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അത് ഒരുമാതിരിപ്പെട്ട എല്ലാ ഗവൺമെൻറ് കോളേജസിലും അത് അവൈലബിൾ ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് കിട്ടണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല റാങ്ക് തന്നെ വേണം ഓരോ കോളേജസിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ. നമ്മുടെ MA കോളേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണ്, ഓട്ടോണമസ് ആയിട്ടുള്ള കോളേജാണ്. അതേപോലെ തന്നെ NSS, TKM പോലെയുള്ളതൊക്കെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജസ് ആണ്. അവിടെയൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിൽ ശ്രീകൃഷ്ണപുരത്താണ് ഒരു 7000 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ബാക്കി ഇടുക്കി, വയനാടൊക്കെയാണ് 16,000 വന്നിട്ടുള്ളത്. CET, GC, തൃശ്ശൂർ MA കോളേജ്, അതേപോലെയുള്ള നല്ല നല്ല കോളേജസ്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, RIT ഒക്കെ വച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിൽ ഓപ്ഷൻസ് പലരും വയ്ക്കാറ്. അതേപോലെ തന്നെ IHRDയുടെ കീഴിൽ വരുന്ന കോളേജിൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ വളരെ നല്ല കോളേജാണ്. അതിൻ്റെയൊക്കെ കമ്പ്യൂട്ടർ സയൻസിൻ്റെയൊക്കെ സ്റ്റേറ്റ് മെറിറ്റിലുള്ള റാങ്കൊക്കെ നമുക്കിതിൽ കാണാം. അതേപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ്ങിൽ നിൽക്കുമ്പോൾ ടോപ്പ് നിൽക്കുന്ന കോളേജസ് രാജഗിരി, ഫിസാറ്റ്, മുത്തൂറ്റൊക്കെയാണ്. ബാക്കി കോളേജസിൻ്റെ എല്ലാത്തിൻ്റെയും സ്റ്റേറ്റ് മെറിറ്റിൽ വിളിച്ചിട്ടുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമുക്കിതിൽ കാണാം. ഒരുപാട് കോളേജസിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അവൈലബിൾ ആണ്. ഓക്കെ. അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ സ്പെഷ്യലൈസേഷൻ ഉള്ളതാണ്. അത് നമുക്ക് കാണാം ഓരോരോ കോളേജസിലെയും. അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര അവൈലബിൾ ആണ്. അതേപോലെ തന്നെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലും അവൈലബിൾ ആണ്. അടുത്തത് സിവിൽ ആൻഡ് എൻവിയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാടും വേറൊരു കോളേജിലും അവൈലബിൾ ആണ്. അതിൻ്റെ ലാസ്റ്റ് റാങ്ക് നമുക്കവിടെ കാണാം. അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിയാണ്. അത് എന്താണ്, ഗവൺമെൻറ് കോളേജസിലൊന്നും വന്നിട്ടില്ല, പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജസിലാണ് കൂടുതലായിട്ടുള്ളത്. അതിൻ്റെ ലാസ്റ്റ് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റിൽ നമുക്കത് കാണാം. അടുത്തത് ഡയറി ടെക്നോളജിയാണ്. അത് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം ഗവൺമെൻറ് കോളേജസിലാണ്. പക്ഷെ അതിൻ്റെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. അടുത്തത് ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അത് 2 കോളേജസിൽ അവൈലബിൾ ആണ്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയും ആദിശങ്കര കാലടിയിലും അവൈലബിൾ ആണ്. അതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. 15,000 വരെയൊക്കെയാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന് വിളിച്ചിട്ടുള്ളത്. ദെൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസിന് ശേഷം കൂടുതലായിട്ടും ആളുകൾ എടുക്കുന്നത് ECE തന്നെയാണ്. അതും ഏകദേശം മിക്ക ഗവൺമെൻറ് കോളേജസിലും അവൈലബിൾ ആണ്. നമ്മുടെ IHRDയുടെയും KPൻ്റെ അണ്ടറിലൊക്കെ വരുന്ന കോളേജസിലും പല സ്ഥലത്തും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അവൈലബിൾ ആണ്. അതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും അവിടെ കാണാം. അതേപോലെ തന്നെ എല്ലാ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജസിലും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അവൈലബിൾ ആണ്. ഒരുപാട് കോളേജസിൽ അവൈലബിൾ ആണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. അടുത്തത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും
നമ്മുടെ ഗവൺമെൻറ് കോളേജസിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. എല്ലായിടത്തും എന്നല്ല, 1-2 സ്ഥലത്ത് എന്തോ എല്ലാത്തേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ട്രിപ്പിളിയും ഉള്ളതാണ്. അതേപോലെ തന്നെ ന്യൂട്രൽ കോളേജസിലും പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജസിലും ട്രിപ്പിളി അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് മോസ്റ്റ് പ്രിഫറബിൾ ബ്രാഞ്ച് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. അതിനുശേഷം ECE വരും. അതിനുശേഷം ട്രിപ്പിളി ആണ് കൂടുതലും ആളുകൾ സെലക്ട് ചെയ്യുന്നത്. അത് ഒരുപാട് പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജസിൽ അവൈലബിൾ ആണ്. അടുത്തത് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും കൂടി കമ്പൈൻ ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. അതൊരു കോളേജസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ 2 കോളേജസിൽ അവൈലബിൾ ആണ്. ഫിസാറ്റിലും വേറൊരു കോളേജിലും വെള്ളനാടുള്ള ഒരു കോളേജിലും അവൈലബിൾ ആണ്. ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് അതിന് മുമ്പ് കിടക്കുന്നത്. അതിനുശേഷം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഇതൊക്കെ അങ്ങനെ ആൾക്കാർ എടുക്കുന്നത് കുറവാണ്. കൂടുതലും നമ്മുടെ കോർ ബ്രാഞ്ചസ് ആയിട്ടുള്ള മെക്ക്, സിവില്, ട്രിപ്പിളി അതൊക്കെയാണ് കൂടുതലും എടുക്കുന്നത്. പിന്നെ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് 3 കോളേജസിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഫുഡ് ടെക്നോളജി, ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഉള്ള കേളപ്പാജി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ബിടെക് ഫുഡ് ടെക്നോളജി എന്ന് പറയുന്നത്. അതിൻ്റെ ലാസ്റ്റ് റാങ്കും അവിടെ കൊടുത്തിട്ടുണ്ട്. ഫുഡ് ടെക്നോളജി അതേപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ്ങിൽ ഈ കോളേജസിലും അവൈലബിൾ ആണ്. അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആൻഡ് സൈബർ സെക്യൂരിറ്റി, ബ്ലോക്ക് ചെയിൻ ഇതൊക്കെ കൂടി വരുന്ന ഒരു കോഴ്സ് പ്രൊവിഡൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരിൽ അവൈലബിൾ ആണ്. ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട് അവൈലബിൾ ആണ്. അതവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് നമ്മുടെ CET ട്രിവാൻഡ്രത്ത് അവൈലബിൾ ആണ്. അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസേഷൻ ഇൻ IoT നമുക്ക് 3 കോളേജസിൽ അവൈലബിൾ ആണ്. അടുത്തത് IT ബിടെക് ഇൻഫർമേഷൻ ടെക്നോളജി നമുക്ക് 3 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിൽ അവൈലബിൾ ആണ്. നമുക്ക് ഗവൺമെൻറ് കോളേജസിലൊക്കെ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഓപ്ഷനാണ് IT എന്ന് പറയുന്നത്. അത് കുറച്ച് സെൽഫ് ഫൈനാൻസിങ്ങിലും ന്യൂട്രൽ കോളേജസിലും കൂടി അവൈലബിൾ ആണ്. അടുത്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസേഷൻ ഇൻ ഓട്ടോമൊബൈൽ ഒരു 3-4 കോളേജസിൽ അവിടെ അവൈലബിൾ ആയിരുന്നു. അടുത്തത് നമ്മുടെ റോയൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മിക്ക ഗവൺമെൻറ് കോളേജസിലും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് ന്യൂട്രൽ കോളേജസിലും ഒരുപാട് കോളേജസിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അവൈലബിൾ ആണ്. അതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനൊക്കെ ഒരു 45,000 റാങ്കൊക്കെ ഉണ്ടെങ്കിൽ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ്ങിൽ കിട്ടും. അതേപോലെ തന്നെ ഗവൺമെൻറ് കോളേജസിലും ഒരു 25,000-ന് താഴെയൊക്കെ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് കോളേജസിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് അമൽ ജ്യോതിയിൽ അവൈലബിൾ ആണ്. അതിനുശേഷം മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് അത് ഒരു 5-6 കോളേജസിൽ അവൈലബിൾ ആണ്. അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനും വലിയ റാങ്കൊന്നും വേണ്ട, 46,000 ഒക്കെയാണ് അവിടുത്തെ കട്ട് ഓഫ് കൊടുത്തിട്ടുള്ളത്. ദെൻ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് നമ്മുടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ അവൈലബിൾ ആണ്. 20,000 ഒക്കെയാണ് അവിടുത്തെ ഇത് വരുന്നത്. ദെൻ പോളിമർ എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൊടുപുഴ അവൈലബിൾ ആണ്. ദെൻ പ്രിൻറ്റിംഗ് ടെക്നോളജി, അതിനുശേഷം വരുന്നത് റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് നമ്മുടെ RIT കോട്ടയത്ത് അവൈലബിൾ ആണ്. അവിടുത്തെ സ്റ്റേറ്റ് മെറിറ്റിലെ റാങ്ക് 10,000 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജിൽ ഇത് പഠിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന കോഴ്സസ് ആണ്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, റോബോട്ടിക്സ് പോലുള്ള കോഴ്സസൊക്കെ RITയിലും GCയിലൊക്കെ വളരെ നല്ല കോളേജസ് ആണത്. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ നമുക്കൊരു 5 കോളേജസിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് 2 കോളേജസിൽ അവൈലബിൾ ആണ്. ക്രൈസ്റ്റ് നോളജ് സിറ്റിയിലും ശ്രീനാരായണ ഗുരുകുലം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അടുത്തത് ആർക്കിടെക്ചർ ആണ്. ആർക്കിടെക്ചറിന് നമുക്ക് ഗവൺമെൻറ് കോളേജസിൽ കിട്ടണമെങ്കിൽ കീമിന് നല്ല റാങ്ക് വേണം. അതേപോലെ തന്നെ NET എക്സാം ക്വാളിഫൈ ആയിരിക്കണം. അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജസിലും അവൈലബിൾ ആണ്. അവിടെയും കിട്ടണമെങ്കിലും 2,500-ന് താഴെ വേണം ആർക്കിടെക്ചറിന്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ PDF ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തേക്കാം.
ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഇതിൽ വരുത്തിയിരിക്കുന്ന മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.